കേരള സർവകലാശാല സെനറ്റ് യോഗം ഇന്ന് ചേരാനിരിക്കാൻ ഇന്നത്തെ യോഗ അജണ്ട എന്തൊക്കെയാണ്? ലക്ഷ്മി, തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇന്ന് കേരള സർവകലാശാലയുടെ നിർണായകമായിട്ടുള്ള സെനറ്റ് യോഗം ചേരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ നിലവിൽ ഇപ്പോൾ അജണ്ട പറഞ്ഞിട്ടുള്ളത് വോട്ടോട് അക്കൗണ്ട് പാസ്സാക്കുക എന്ന് മാത്രമാണ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി അടക്കം പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ ഇന്നത് ബജറ്റ് സമ്പൂർണ്ണമായൊരു ബജറ്റ് അവതരിപ്പിക്കാൻ സെനറ്റ് അംഗങ്ങൾക്കോ കേരള സർവകലാശാലയ്ക്കോ കഴിയില്ല. സ്വാഭാവികമായും വോട്ട് ഓൺ അക്കൗണ്ട് പൂർത്തിയാക്കി ബജറ്റ് അവതരണം അല്ലെങ്കിൽ ഈ ഒരു നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് സെനറ്റിന് മുന്നിലുള്ള ഏക പോംവഴി. ആ സാഹചര്യത്തിൽ അത്തരത്തിലൊരു വോട്ട് ഓൺ അക്കൗണ്ട് ഇന്ന് കേരള സർവകലാശാല പാസ്സാക്കുകയും ചെയ്യും. ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ നട്ടം തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്തെ മാതൃ സർവകലാശാല പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ ബജറ്റ് അവതരണം ഈ വർഷം നടക്കേണ്ടതാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അത്തരത്തിലൊരു നടപടിയിലേക്കും സമ്പൂർണ്ണ ബജറ്റ് അവതരണത്തിലേക്കും സെനറ്റിന് പോകാം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിലൊരു നടപടി സ്വീകരിക്കാതെ മനഃപൂർവ്വമായി ബജറ്റ് അവതരണം വൈകിപ്പിക്കുകയും ഇത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉണ്ട്. ഒപ്പം തന്നെ സർവകലാശാലയുടെ ഈ നിലവിലെ സാമ്പത്തിക വർഷത്തിലെ വരവ് ചെലവ് കണക്കുകളും ഇന്നത്തെ ഈ ഒരു വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കുന്നതിന് മുന്നോടിയായി സർവകലാശാലയിൽ അവതരിപ്പിക്കും. അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഈ ഒരു സെനറ്റ് യോഗം പിരിയുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഒന്ന്, ഈ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണമില്ലാതെ നിൽക്കുന്നൊരു സാഹചര്യം, ഇത്രയധികം ദിവസം വൈകിപ്പിച്ച ഒരു സാഹചര്യം, ബജറ്റ് അവതരിപ്പിക്കാൻ ഇത്രയധികം ദിവസം വൈകിപ്പിച്ച ഒരു സാഹചര്യം, ഇതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം ബജറ്റ് അവതരണത്തിനായി വിളിച്ച സെനറ്റ് യോഗം 2 തവണ മാറ്റിവെക്കേണ്ടി വന്നത് അധികാരികളുടെ പിടിപ്പുകേടാണെന്ന് ശാലിനി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിക്കുന്നുണ്ട്. ലക്ഷ്മി, അത് തന്നെയാണ് കാരണം. 2 തവണയിലധികം ഇത്തരത്തിലൊരു തീരുമാനത്തിനായി അല്ലെങ്കിൽ നിർണായക നീക്കങ്ങൾക്കായി സെനറ്റ് ചേരേണ്ടതായിരുന്നു. പക്ഷെ അതൊക്കെ തന്നെ പല ഘട്ടങ്ങളിലായി സെനറ്റ് അംഗങ്ങൾ, പ്രത്യേകിച്ച് സെനറ്റ് ഭരിക്കുന്നത് CPM അംഗങ്ങളാണ്, ഭൂരിപക്ഷവും CPM ആണ്. വളരെ കുറച്ച് പ്രതിപക്ഷ അംഗങ്ങൾ മാത്രമാണ് സെനറ്റിലേക്കുള്ളത്. സ്വാഭാവികമായും അവരുടെ ഒരു ആവശ്യം അല്ലെങ്കിൽ അവർ പറയുന്നത് മാത്രമായിരിക്കും അവിടെ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുള്ളതും അത്തരത്തിൽ തന്നെയാണ്. സ്വാഭാവികമായും അങ്ങനെ തീയതി മാറ്റിവെക്കുന്നു, പിന്നീട് ഇന്നത്തെ ദിവസത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എന്തായാലും വരവ് ചെലവ് കണക്കുകൾ പരിഗണിച്ചുകൊണ്ട് അത് അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കി ഇന്നത്തെ സെനറ്റ് യോഗം പിരിയും. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിപക്ഷ ബഹളമോ മറ്റു നടപടികളോ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറെ ചർച്ചയായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പല സർവകലാശാലകളിലും ബജറ്റ് അവതരണത്തിനിടെ കണ്ട തർക്കങ്ങളും ബഹളങ്ങളും കണ്ടതാണ്. സ്വാഭാവികമായും കേരള സർവകലാശാലയിലും അത് ഉണ്ടാകുമോ എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. സ്വാഭാവികമായും ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനുമുള്ള സാധ്യതകൾ സെനറ്റ് യോഗത്തിലുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സംഭവങ്ങൾ കൂടി ചില ഘട്ടങ്ങളിൽ പരിഗണനയ്ക്ക് വരാനുള്ള സാഹചര്യം കൂടിയുണ്ട്. കാരണം ഒരു പ്രത്യേക സമിതിയെ കേരള സർവകലാശാലയിൽ നടന്ന ഇന്തിഫാദ എന്ന പേരിട്ട് പിന്നീട് അത് പേര് പിൻവലിച്ച യുവജനോത്സവം, അത് വലിയ രീതിയിലുള്ള തർക്കങ്ങളിലേക്കും അഴിമതി കോഴ ആരോപണത്തിലേക്കും എത്തുന്നു. പിന്നീട് ഒരു ജഡ്ജിന്റെ അല്ലെങ്കിൽ വിധികർത്താവിന്റെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതടക്കം വലിയ രീതിയിൽ സെനറ്റിനും ഒപ്പം തന്നെ SFI യൂണിയനുമെതിരെ പ്രതിഷേധമായി നിൽക്കുന്നു. ഒരു സമിതി ഈ കേസ് അല്ലെങ്കിൽ ഈ സംഭവം പ്രത്യേകമായി പരിഗണിച്ച് റിപ്പോർട്ട് നൽകാനായി അവരുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. സ്വാഭാവികമായും ഇതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ വിമർശനാത്മകമായി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും രാവിലെ 10 മണിക്കാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് സെനറ്റ് യോഗം ചേരുക. ഒപ്പം തന്നെ ഈ വോട്ട് ഓൺ അക്കൗണ്ട് പാസ്സാക്കും. പ്രതിപക്ഷത്തിന്റെ ബഹളവും ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്.